ഹലോ ഫ്രണ്ട്സ്, ഞാൻ എന്തുകൊണ്ട് 2025 ആപ്പിൾ വാച്ച് 8 യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ? ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ വളരെ വലിയ മാറ്റമൊന്നും 8ഉം 10ഉം തമ്മിൽ എനിക്ക് തോന്നിയിട്ടില്ല. ചെറിയൊരു സ്ലീക്കി ഡിസൈനായിട്ട് നമുക്ക് 10 നമുക്ക് തോന്നുമെങ്കിലും കയ്യിൽ കിട്ടപ്പം എനിക്ക് തോന്നുന്നില്ല ഒറ്റ നോട്ടത്തിൽ അത് തിരിച്ചറിയാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ. പിന്നെ നമ്മൾ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ റെറ്റിന LPO OLED ഡിസ്പ്ലേ ആണ് നമ്മുടെ 8ൽ വരുന്നത്. അതുപോലെ തന്നെ 1000 നെറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും ഇതിൽ കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് 10ലേക്ക് വരുന്ന സമയത്തേക്കും തോന്നുന്നില്ല, 10ലേക്ക് വരുന്നേക്കും 2000 നിറ്റ്സേക്ക് മാറുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ 8ൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഏകദേശം താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് iPhone SE സെക്കൻഡ് ജനറേഷൻ്റെ അതേ പീക്ക് ബ്രൈറ്റ്നസ് തന്നെയാണ് നമുക്ക് ഈ വാച്ചിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ എല്ലാവിധ ഹെൽത്ത് മോണിറ്ററിങ്ങും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 10 ആയാലും 8 ആയാലും. ഉദാഹരണം പറയുകയാണെങ്കിൽ SpO2, അതുപോലെ ഹാർട്ട് റേറ്റ് സെൻസർ, V2 Max, ടെമ്പറേച്ചർ സെൻസർ, ECG, CO2, സ്ലീപ്പ് ട്രാക്കിംഗ്, അങ്ങനെ എന്തൊക്കെയാണോ നമ്മൾ ഐ വാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെല്ലാം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ബാറ്ററി ലൈഫ് ആൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആക്കുകയാണെങ്കിൽ ഒരു ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് എനിക്ക് കിട്ടുന്നുണ്ട്. ബാറ്ററി ചാർജിങ്ങിൻ്റെ ഒരു ടൈം നോക്കുകയാണെങ്കിൽ 0 to 80% നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി ഏകദേശം 45 മിനിറ്റ് ഇത് എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ 10 നോക്കുകയാണെങ്കിൽ അതൊരു 30 മിനിറ്റിനകത്ത് നമുക്കത് ചാർജ് ചെയ്ത് കിട്ടും. ഓക്കെ, അതും എനിക്ക് വലിയ ഇതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു ഒരു 1-2 കൊല്ലത്തേക്ക് 8 വളരെ നല്ലൊരു കമ്പനി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കേ.